ഒരെണ്ണം ചൂട് മാറിയിട്ടില്ല. ഞാൻ എന്നാലും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കണ്ടില്ലേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്രുവദേവ് വേൾഡ് മലയാളം റെസിപ്പീസ്. ഇന്നിവിടെ ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നല്ല അടിപൊളി ഉണ്ണിയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയതാണിത്. അതിനായിട്ട് ഞാൻ 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ നമുക്ക് കുതിർക്കാൻ വെക്കണം. ഒരു 2-3 മണിക്കൂർ എന്തായാലും കുതിർക്കാൻ വെക്കണം, എങ്കിലാണ് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയിട്ട് വരാം. അപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കുകയാണ്. കാരണം കുതിർത്ത ശേഷം കഴുകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ നല്ല വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഈ നുറുക്ക് ഗോതമ്പ്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയിലോട്ട് മാറ്റാണ്. മിക്സിയുടെ ജാറിൽ നമുക്കിത് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കണം. പിന്നെ ഇവിടെ ശർക്കര പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാവ് കാച്ചിട്ടും ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കണം. അതുപോലെ തന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് കൂടി ചേർക്കണം. കാരണം നമ്മൾ ശർക്കര ചേർക്കണ്ടല്ലോ, അപ്പോൾ കുറച്ച് ചുക്ക് പൊടി വെച്ചാൽ നമുക്ക് ഈ ദഹന പ്രശ്നങ്ങൾക്കൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് കുറച്ച്, ഞാൻ ഏത്തപ്പഴമാണ് ഇട്ടത്. ഏത് പഴം നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ചെറിയ ഏത്തപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട്, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കാരണം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ വളരെ ലൂസായിട്ട് മാവ് ഉണ്ടാവരുത്, എനിക്ക് ഭയങ്കര കട്ടിയാവരുത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് നന്നായിട്ട് ഇത്രയും അരച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഇതാ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കുക കേട്ടോ. കാരണം ആ പഴത്തിൻ്റെയൊക്കെ കുറച്ച് ഒരു വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തതിൻ്റെയൊക്കെ വെള്ളം ആ നുറുക്ക് ഗോതമ്പിൽ ഉണ്ടാവും. അപ്പോൾ അധികം വളരെ ലൂസും അല്ല വളരെ കട്ടിയായിട്ടും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ അരച്ചെടുക്കുക. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒരു നുള്ള് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു നുള്ള് മതിയേ. ഇനി നമുക്ക് ഇത് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെയ്യ് അല്ലെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ, അതാണ് ടേസ്റ്റ് കേട്ടോ. വെളിച്ചെണ്ണയോ നെയ്യിലോ ഉണ്ടാക്കിയെടുക്കണതാണ് ടേസ്റ്റ്. ഞാൻ കുറച്ച് എടുത്ത് ഉണ്ടാക്കാറുള്ളപ്പോൾ നെയ്യാണ് യൂസ് ചെയ്യാറ് കുട്ടികൾക്കൊക്കെ എടുക്കുമ്പോൾ. ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഇതുപോലെ ഓരോ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ഭാഗം വരെയൊക്കെ മതി കേട്ടോ, കാരണം അത് പൊങ്ങി വരുമല്ലോ. അതിന്റെ മുകളിലത്തെ ഭാഗത്തും കുറച്ച് കളറൊക്കെ മാറി മൊരിഞ്ഞു എന്ന് തോന്നുമ്പോൾ മാത്രം മറിച്ചിടാം കേട്ടോ. അല്ലെങ്കിൽ ആ മാവ് മൊത്തം നമ്മൾ മറിച്ചിടുമ്പോൾ പോവും. അപ്പോൾ ഒരു വശം കണ്ടില്ലേ, ഇതാ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് പതുക്കെ തിരിച്ചിട്ട് നല്ല കളറാവണ വരെ ഇതുപോലെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി കഴിഞ്ഞു. നമുക്കിത് ഓരോന്നായിട്ട് കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഉണ്ടാക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന സെറ്റിനേക്കാളും കുറച്ചും കൂടി നല്ല എണ്ണയൊക്കെ നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് വീർത്ത് വരും കേട്ടോ രണ്ടാമത്തെ സെറ്റ് ഉണ്ടാക്കുമ്പോൾ. ഇതും മറിച്ചിടാറായി. നമുക്ക് ഒരു വശം മറിച്ചിടാം.
കണ്ടില്ലേ, നമ്മുടെ അടിപൊളി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. 2 കപ്പ് ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടാണ് ഇത്രയും 2 ഞാൻ കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റിയത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, നമ്മളും കഴിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്ക് രുചികരമായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഉണ്ണിയപ്പാണ്. നമുക്ക് ചായക്കൊക്കെ ആവശ്യമുള്ളപ്പോൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ മുമ്പൊക്കെ നുറുക്ക് ഗോതമ്പ് കുതിർക്കട അത്രയേ ഉള്ളൂ. ബാക്കി നമ്മുടെ വീട്ടിലുള്ള ശർക്കരയും തേങ്ങയും പഴം നുറുക്കിയും ഇടാം കേട്ടോ. പഴം നമ്മൾ അതിൽ മിക്സിയിലിട്ട് അടിക്കണം എന്നില്ല, പക്ഷെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവും പഴം കൂടി ചേർത്ത് നന്നായിട്ട് അരയ്ക്കുമ്പോൾ. അതുകൊണ്ടാണ് അരച്ച് ചേർത്തത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയ മാവിൽ ചേർത്താലും മതി പഴം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാൻ ഒരെണ്ണം ചൂട് മാറിയിട്ടില്ല, ഞാൻ എന്നാലും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കണ്ടില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.